എക്സാം ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആക്ച്വലി എനിക്ക് അധികം പ്രിപ്പറേഷൻ ടൈം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു ചെറിയ മീഡിയം ലെവലായിരുന്നു. കുറേയൊക്കെ നേരത്തെ പ്രിപ്പയർ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ഡീപ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ജനറൽ പേപ്പർ ജനറൽ പേപ്പർ ഓക്കെ ആയിരുന്നു. ലിംഗ്വിസ്റ്റിക്സ് ലിംഗ്വിസ്റ്റിക്സും വല്ല ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആ ലെവലിൽ വല്ല കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചിലത് ഭയങ്കര ഡീപ്പായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ടഫായിട്ടുള്ള ഏതായിരുന്നു? എനിക്ക് റിസർച്ച് മെത്തഡോളജി ഞാൻ അത് ഇച്ചിരി കവർ ചെയ്യാൻ വിട്ടുപോയതുകൊണ്ട് ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു? ടൈം ഒന്നും കുഴപ്പമില്ല, നല്ല ഓക്കെ ആയിരുന്നു. ടഫായിരുന്നത് എന്റെ പ്രിപ്പറേഷൻ വെച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയേനെ. ഓൾ ഓവർ വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ ജനറൽ പേപ്പർ ലിംഗ്വിസ്റ്റിക്സ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോന്നും ഉണ്ടായിരുന്നു. ജനറൽ പേപ്പറാണ് കുറച്ച് ടഫ് എന്നൊരു മീഡിയം ലെവലായിരുന്നു. എന്നാലും അത്യാവശ്യം പഠിച്ചെങ്കിൽ എനിക്കത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ച് പാടായിട്ട് തോന്നി മറ്റ് സബ്ജക്റ്റുകളെക്കാട്ടി. ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലിംഗ്വിസ്റ്റിക്സ് അങ്ങനെ അധികം ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. പിന്നെ നോവൽസും ഒക്കെ എനിക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചാൽ കിട്ടുന്ന എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം മാനേജ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഓർ ചെയ്യുമ്പോഴത്തേക്കും ടൈം മാനേജ്മെന്റ് കുഴപ്പമില്ലായിരുന്നു. ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? വായിച്ചെടുക്കാൻ പറ്റുന്ന വലിയ പ്രശ്നമില്ലായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ അധികം ഇല്ലായിരുന്നു. ഓൾ ഓവർ നോക്കുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഈസി ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു, എങ്ങനെയായിരുന്നു? അതിപ്പോ എന്നെ സമയത്തോളം നെഗറ്റീവ് മാർക്ക് നമ്മൾ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റും. എളുപ്പം എഴുതിയത് പറയാൻ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ലൈവ് എനിക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ റെക്കോർഡ് ക്ലാസ് എല്ലാം കാണുന്നു. വളരെ നല്ല ക്ലാസ്സായിരുന്നു. നല്ല അത് പറയാതിരിക്കാൻ വയ്യ, നല്ല ക്ലാസ്സുകളായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു. എങ്ങനെ ഓരോ ജനറൽ പേപ്പർ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ മെയിൻ പേപ്പറിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ വന്നത്. പാടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം എഴുതുവാണ്, അങ്ങനെ പ്രിപ്പയർ ചെയ്തൊന്നുമില്ല. പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു, തനിയെ പഠിച്ചതേ ഉള്ളായിരുന്നു. പിന്നെ ഓരോ സെക്ഷൻ വൈസ് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഓരോ സബ്ജക്റ്റും? ഓരോ മെയിൻ പേപ്പറായിരുന്നു കുറച്ച് പാടായിട്ട് തോന്നിയത്. അല്ലാതെ മറ്റേ പെഡഗോജി നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ടൈം മാനേജ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ടൈമൊക്കെ ഓക്കെയാണ്, ടൈമൊക്കെ കിട്ടുന്നു. പിന്നെ ഈ ക്രിറ്റിസിസം അങ്ങനത്തെ പേപ്പറൊക്കെ അങ്ങനെ അത് മൊത്തത്തിൽ പാടായിരുന്നു. ജനറൽ പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടോ? അതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ജനറൽ പേപ്പർ സിമ്പിൾ ആയിരുന്നു പൊതുവെ.